ഹായ്, ചെമ്പരത്തി കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ പരിചയമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ ഗ്ലൂഗൺ എന്ന് പറയുന്നത്. ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് ഒത്തിരി ഉപയോഗമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം മീഡിയം സൈസിലുള്ളൊരു ഗ്ലൂഗൺ ആണ്. ഇതിൻ്റെ ചെറുതും അതുപോലെ ഇതിലും വലിയ ഗ്ലൂഗൺ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഈ മീഡിയം സൈസിൻ്റെ വില ഏകദേശം 200-നും 350-നും ഇടയിലാട്ടോ ഇതിൻ്റെ വില വരുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങാൻ കിട്ടുന്ന ഒരു സംഭവമാണ് ഗ്ലൂ സ്റ്റിക്ക്. ഈ ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗണ്ണ് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗണ്ണിൻ്റെ പുറകിലായിട്ടൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ ഒരു സ്റ്റിക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. മാക്സിമം എത്രയാണോ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നത് അത്രയും നമ്മളതൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിൽ നല്ല സ്റ്റേബിളായിട്ടൊന്ന് വെക്കണം. ശേഷം ഒരു 5-10 മിനിറ്റിനകം ഈ ഒരു സ്റ്റിക്ക് ഉരുകി ഇതിലേക്കൂടി പശയായിട്ട് വരും. ആ ഒരു സമയത്ത് നമ്മളിവിടെ തൊടാനോ തറയിൽ മുട്ടിക്കാനോ ഒന്നും പാടില്ല. കാരണം നല്ല ചൂടായിരിക്കും, നമ്മുടെ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മളിതൊന്ന് ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ചൂടാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടൊരു കോയിലുണ്ട്. അപ്പോൾ നമ്മളിത് കറണ്ടിൽ കുത്തി പ്രവർത്തിപ്പിക്കുന്നതിന് ശേഷം ഈ ഒരു കോയിൽ ചൂടാകും. ഈ കോയിൽ ചൂടാകുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്റ്റിക്ക് ഉരുക്കി ഇതിലേ കൂടി പശയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം നമ്മളിതൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ. നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി ഉപയോഗമായിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങളെല്ലാവരും വാങ്ങിച്ച് നോക്കണം. ഒരു ഏകദേശം 150 രൂപയ്ക്കൊക്കെ ഇതിൻ്റെ ചെറിയ സൈസ് നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും നമുക്ക് ഒട്ടിക്കാൻ കേട്ടോ. തുണി, അതുപോലെ പേപ്പർ, പ്ലാസ്റ്റിക്, ഫൈബർ ഒക്കെ നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇന്ന് സബ്സ്ക്രൈബും ചെയ്യണം.